ഡേ ടെസ്റ്റ്. എന്തുകൊണ്ടാണ് മെൽബണിൽ നടക്കുന്ന 4ാം ടെസ്റ്റിനെ ബോക്സിംഗ് ഡേ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിലർക്കൊക്കെ അറിയാമെങ്കിലും ഇപ്പോഴും എന്താണ് ബോക്സിംഗ് ഡേ എന്ന് അറിയാത്തവർ ഒരുപാടാണ്. അതുകൊണ്ട് എന്താണ് ബോക്സിംഗ് ഡേ എന്നും എങ്ങനെയാണ് ബോക്സിംഗ് ഡേ എന്ന പേര് വന്നത് എന്നുമെല്ലാം ഒന്ന് നോക്കാം. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ 4ാം ടെസ്റ്റായ മെൽബൺ ടെസ്റ്റ് ഡിസംബർ 26-നാണ് നടക്കുന്നത്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം. ഇത്തരത്തിൽ ക്രിസ്മസിന്റെ പിറ്റേ ദിവസം നടക്കുന്ന മത്സരത്തെയാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ കായിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ബോക്സിംഗ് ഡേ. ഇനി എങ്ങനെയാണ് ബോക്സിംഗ് ഡേ എന്ന പേര് വന്നത് എന്ന് നോക്കാം. ബ്രിട്ടനിലും പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്ന ചില കോമൺവെൽത്ത് രാജ്യങ്ങളിലും ക്രിസ്മസിന്റെ തൊട്ടടുത്ത ദിവസം ബോക്സിംഗ് ഡേ എന്നാണ് അറിയപ്പെടുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർ പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കുമെല്ലാം സമ്മാന പൊതികൾ നൽകും. ഇത്തരത്തിൽ ക്രിസ്മസ് ബോക്സ് സമ്മാനങ്ങൾ നൽകുന്ന ദിവസമായതിനാലാണ് ഈ ദിവസം ബോക്സിംഗ് ഡേ എന്നറിയപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രവുമല്ല, ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷം എല്ലാവർക്കും ക്രിക്കറ്റ് കണ്ടുകൂടെ എന്ന ചിന്തയിൽ നിന്നാണ് ഈ ദിവസത്തെ മാച്ചിന് ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്ന് പേര് വന്നത് എന്ന മറ്റൊരു കഥയുമുണ്ട്. അതേസമയം ഓസ്ട്രേലിയയിൽ മാത്രമല്ല സൗത്ത് ആഫ്രിക്കയിലും ബോക്സിംഗ് ഡേ ടെസ്റ്റുകൾ നടക്കാറുണ്ട്. 1913-ലാണ് സൗത്ത് ആഫ്രിക്ക ആദ്യ ബോക്സിംഗ് ഡേ മത്സരം കളിച്ചത്. എന്തായാലും ബോക്സിംഗ് ഡേയിൽ ഏത് ടീമിനാണ് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടുന്നത് എന്നൊക്കെ ഇനി നാളെ അറിയാം. ആദ്യ 3 ടെസ്റ്റ് മത്സരങ്ങളിൽ 3ാം ടെസ്റ്റായ ഗാബ സമനിലയിലായതിന് പിന്നാലെ പരമ്പര 1-1 സമനിലയിലാണുള്ളത്. പെർത്തിൽ ഇന്ത്യ 295 റൺസിന്റെ കൂറ്റൻ വിജയം നേടിയപ്പോൾ അഡ്ലേഡിൽ നടന്ന 2ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ 10 വിക്കറ്റിന്റെ ആധികാരിക വിജയം നേടി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ യോഗ്യത നേടാൻ ഇനിയുള്ള 2 മത്സരങ്ങളും ഇന്ത്യക്ക് ജയിച്ചേ പറ്റൂ. മാത്രവുമല്ല, ഇന്ത്യൻ താരങ്ങളെ നേരിടാൻ ശക്തമായ പ്ലേയിങ് 11നെയാണ് ഓസീസ് കളിക്കളത്തിലേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ കഠിന പരിശീലനത്തിലാണ് ടീം ഉള്ളത്. ജയ്സ്വാൾ ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേരം പരിശീലനം നടത്തുന്നത്. അതും സ്റ്റാർക്കിനെ മറുപടി നൽകുന്നതിനായാണ് ഈ കഠിന പരിശീലനം. എന്തായാലും ഇതുവരെ 9 ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചത്. അതിൽ 2 തവണ മാത്രമാണ് ഇന്ത്യക്ക് വിജയിക്കാനായത്. 5 തവണ പരാജയപ്പെട്ടപ്പോൾ 2 മത്സരങ്ങൾ സമനിലയിലായി. അതേസമയം ബോക്സിംഗ് ഡേ ടെസ്റ്റിലെ ആധിപത്യം തുടരാനാണ് ഓസീസ് മെൽബണിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ ബോക്സിംഗ് ഡേ ടെസ്റ്റിലും ഓസീസിനായിരുന്നു ജയം. 2023-ൽ പാകിസ്ഥാനെയും 2022-ൽ ദക്ഷിണാഫ്രിക്കയെയും 2021-ൽ ഇംഗ്ലണ്ടിനെയും ഓസീസ് തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 2020-ൽ 8 വിക്കറ്റിന് ഇന്ത്യയോട് തോറ്റു. ഈ തോൽവി ആവർത്തിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.